കിഴക്കൻ അതിർത്തി രാഷ്ട്രീയം വീണ്ടും ചൂട് പിടിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ വെറും അധികാര പോരാട്ടമാണോ, അതോ ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു കണക്കുകൂട്ടലിന്റെ ഭാഗമാണോ? കാരണം ബംഗാളിന്റെ വടക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഭൂവിഭാഗം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ അതീവ നിർണായകമായ ഒരു കണ്ണിയാണ്. അത് സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻസ് നെക്ക്. ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കരപാതയാണ് സിലിഗുരി കോറിഡോർ. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഏകദേശം 20 മുതൽ 25 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഈ പ്രദേശം അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ് തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള മനുഷ്യ, സൈനിക, സാമ്പത്തിക ഗതാഗതത്തിന്റെ പ്രധാന വഴിയാണ്. ഇതിന്റെ വടക്കുഭാഗത്ത് ചൈനയുടെ അതിർത്തി മേഖലകൾ, പ്രത്യേകിച്ച് ഡോക്ലാം പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ, തെക്കുഭാഗത്ത് ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടായാൽ ഈ ഇടനാഴിയുടെ സുരക്ഷ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ്. സൈനിക വിദഗ്ധർ വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമുണ്ട്: സിലിഗുരി കോറിഡോർ സുരക്ഷിതമായി നിലനിർത്തുക എന്നത് ഇന്ത്യയുടെ കിഴക്കൻ പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകമാണ്. കാരണം ഈ പാതയ്ക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ വടക്കുകിഴക്കൻ മേഖലയിലേക്കുള്ള വിതരണ ശൃംഖലകൾക്ക് വലിയ ആഘാതമുണ്ടാകാം. ഇതിനാലാണ് അതിർത്തി റോഡുകൾ, റെയിൽവേ വികസനം, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്: സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ദേശീയ സുരക്ഷാ പദ്ധതികളെ ബാധിക്കുമോ? ഇതിനിടയിലാണ് ചില രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു പുതിയ ആശയം ഉയർന്നിരിക്കുന്നത്. വടക്കൻ ബംഗാളിലെ ചില പ്രദേശങ്ങളും സമീപ പ്രദേശങ്ങളും ചേർത്ത് ഒരു പ്രത്യേക ഭരണ സംവിധാനം കൊണ്ടുവരണമെന്ന ആവശ്യങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്തരം ഒരു നീക്കം വന്നാൽ ഭൂമി ഏറ്റെടുക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം, അതിർത്തി സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രത്തിന്റെ പങ്ക് വർദ്ധിക്കുമെന്ന വാദവും ഉയരുന്നു. എന്നാൽ ഇതിനെ എതിർക്കുന്നവരും ഉണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശം മാറ്റുന്നത് വളരെ വലിയ ഭരണഘടനാപരമായ വിഷയമാണെന്നും പ്രാദേശിക ജനങ്ങളുടെ അഭിപ്രായം നിർണായകമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടൊപ്പം ജനസംഖ്യാ മാറ്റങ്ങളും അതിർത്തി സുരക്ഷയും രാഷ്ട്രീയ ചർച്ചകളിലെ പ്രധാന വിഷയങ്ങളാണ്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ അനധികൃത കുടിയേറ്റം സംബന്ധിച്ച ആരോപണങ്ങൾ വർഷങ്ങളായി ഉയരുന്നുണ്ട്. അതേസമയം ഈ വിഷയങ്ങൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും വിവിധ വിഭാഗങ്ങൾ ആരോപിക്കുന്നു. അതിനാൽ തന്നെ അതിർത്തി സുരക്ഷ, ജനസംഖ്യാ മാറ്റം, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള വലിയ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ബംഗാളിലെ രാഷ്ട്രീയം ഇനി വെറും സംസ്ഥാന അധികാരത്തിന്റെ പോരാട്ടമല്ല. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി, ചൈനയുമായുള്ള തന്ത്രപരമായ മത്സരം, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ബന്ധം, ഇവയെല്ലാം ചേർന്ന ഒരു വലിയ ദേശീയ സുരക്ഷാ ചർച്ചയായി അത് മാറുകയാണ്. സിലിഗുരി കോറിഡോർ ഭൂപടത്തിലെ ഒരു ചെറിയ രേഖ മാത്രമല്ല, ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലിലെ ഒരു നിർണായക കവാടമാണ്. 2026 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപ ഒഴുക്കി വലിയൊരു സാമൂഹിക മാറ്റത്തിന് തന്നെ തിരികൊളുത്തിയ ഭരണകക്ഷിയായ BJP 208 സീറ്റുകളോടെ വൻ വിജയം നേടി ബംഗാൾ പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ്. മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും പരാജയപ്പെടുത്തിയ ഈ ചരിത്ര വിജയം വെറും ഒരു രാഷ്ട്രീയമോ ആശയപരമോ ആയ പോരാട്ടമായിട്ടായിരിക്കാം മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഇതിനു പിന്നിലെ ക്രൂരവും എന്നാൽ നഗ്നവുമായ യാഥാർത്ഥ്യം അതല്ല. അത് തികച്ചും മിലിറ്ററി ജിയോഗ്രഫി അഥവാ സൈനിക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എടുത്തു നോക്കുക. ഇന്ത്യയുടെ പ്രധാന കരഭാഗത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിന്റെ വടക്കേ അറ്റത്തുള്ള വളരെ ഇടുങ്ങിയൊരു പ്രദേശമാണ്. അതാണ് സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻസ് നെക്ക്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഇതിന് കേവലം 22 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ഇതിന്റെ വടക്കു ഭാഗത്താണ് ചൈനീസ് സൈന്യം എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന സൈനിക റോഡുകൾ നിർമ്മിക്കുന്ന ഡോക്ലാം പീഠഭൂമി. തെക്കുഭാഗത്ത് ബംഗ്ലാദേശും. ന്യൂഡൽഹിക്ക് ഇപ്പോൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. വടക്കൻ ബംഗാളിന്റെ ഈ ഇടുങ്ങിയ പ്രദേശത്തിന്റെ മേൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ നിയന്ത്രണമില്ലെങ്കിൽ വെറും 48 മണിക്കൂറിനുള്ളിൽ 5 കോടിയോളം വരുന്ന വടക്കുകിഴക്കൻ ഇന്ത്യക്കാരെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ശാരീരികമായി വെട്ടിമാറ്റാൻ ചൈനീസ് സൈന്യത്തിന് സാധിക്കും. നാളെ ഒരു യുദ്ധമുണ്ടായാൽ ചൈനയ്ക്ക് ഹിമാലയൻ നിരകൾ മുഴുവൻ താണ്ടി വരേണ്ട ആവശ്യമില്ല. ചുംബി വാലിയിലൂടെ അവരുടെ ടാങ്കുകൾ ഉരുട്ടിവിട്ട് ഈ 22 കിലോമീറ്റർ പ്രദേശം മാത്രം പിടിച്ചെടുത്താൽ മതി. സിലിഗുരി കോറിഡോർ തകർന്നാൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡിന് പൂർണ്ണമായും സൈനിക സഹായങ്ങൾ നിഷേധിക്കപ്പെടും. ദശാബ്ദങ്ങളായി ഈ നിർണായക പാതയുടെ സുരക്ഷ നിയമപരമായി കൊൽക്കത്തയിലെ സംസ്ഥാന രാഷ്ട്രീയക്കാരുടെ ദയയിലായിരുന്നു. സൈനിക ആവശ്യങ്ങൾക്കോ റെയിൽവേ ലൈനുകൾക്കോ അതിർത്തി സംസ്ഥാന സൗകര്യങ്ങൾക്കോ വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ വൈകിയാൽ ഇന്ത്യൻ സൈന്യത്തിന് നോക്കി നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് 2026 ബംഗാൾ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നോർത്ത് ബംഗാളും ബീഹാറിലെ കിഷൻജംഗ്, പൂർണിയ തുടങ്ങിയ സീമാഞ്ചൽ ജില്ലകളും ചേർത്ത് ഒരു പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ഡൽഹിയിൽ ശക്തമാകുന്നത്. ഇതൊരു പ്രാദേശിക ഭരണപരമായ കാര്യമല്ല, മറിച്ച് കേന്ദ്ര സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു മിലിറ്ററൈസ്ഡ് ബഫർ സോൺ നിർമ്മിക്കുകയാണ് ലക്ഷ്യം.
ഒരു കേന്ദ്രഭരണ പ്രദേശമാകുന്നതോടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അനുമതിക്കായി കാത്തു നിൽക്കാതെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന് ഉടനടി ഭൂമി ഏറ്റെടുക്കാനും ഫെഡറൽ സൈനികരെ വിന്യസിക്കാനും ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങൾ സ്ഥാപിക്കാനും സാധിക്കും. ഇതിനോടൊപ്പം മറ്റൊരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ജനസംഖ്യാ ശാസ്ത്രവും വരാനിരിക്കുന്ന 2026 ഡീലിമിറ്റേഷനും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം 2026 തിരുത്തി എഴുതപ്പെടുന്നത്. ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം കാരണം ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിലും ബംഗാളിലെ അതിർത്തി ജില്ലകളിലും വലിയ ജനസംഖ്യ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുടിയേറ്റം കേവലം ഒരു ജനസംഖ്യ പ്രശ്നമായല്ല, മറിച്ച് ചൈനീസ് അതിർത്തിയിലേക്കുള്ള സൈനിക സപ്ലൈ ലൈനുകൾക്ക് മുകളിലിരിക്കുന്ന ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയായാണ് ന്യൂഡൽഹി കാണുന്നത്. ഈ പ്രദേശം കേന്ദ്രഭരണ പ്രദേശമാക്കുന്നതോടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അനധികൃത കുടിയേറ്റക്കാരെ ഉപയോഗിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ അധികാരം ഇല്ലാതാകും. അതിർത്തി സുരക്ഷ പൂർണ്ണമായും കേന്ദ്ര എൻഫോഴ്സ്മെന്റിന്റെ കൈകളിൽ ഭദ്രമാകും. ഇപ്പോൾ പൊതുജനങ്ങൾ കാണുന്നത് ഒരു സാധാരണ പ്രാദേശിക രാഷ്ട്രീയ പോരാട്ടം മാത്രമാണ്. എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. തങ്ങളുടെ ആഭ്യന്തര അതിർത്തികൾ പുനർനിർമ്മിച്ച് അതിശക്തമായ ഒരു സൈനിക കോട്ട പണിയാനുള്ള കഠിന ശ്രമത്തിലാണ് ന്യൂഡൽഹി. കാരണം നാളെ ചൈനീസ് ടാങ്കുകൾ അതിർത്തി കടന്നു വരുമ്പോൾ രാജ്യത്തിന് സ്വന്തം സിംഹാസനം സംരക്ഷിക്കാൻ ഒരു പ്രാദേശിക രാഷ്ട്രീയക്കാരന് അനുമതിക്കായി കാത്തു നിൽക്കാൻ കഴിയില്ല. ഇനി ചോദ്യം ഇതാണ്: ഇത് വെറും രാഷ്ട്രീയ മാറ്റമോ അതോ ഇന്ത്യയുടെ തന്ത്രപരമായ ഭൂപടം പുനഃക്രമീകരിക്കുന്നതിനുള്ള വലിയ നീക്കമോ?